നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, തിരിച്ചിങ്ങോട്ട് പോരാൻ അവസരം ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞങ്ങൾ നിങ്ങളെ എന്തു പറ്റിച്ചു? ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായി? നിങ്ങളെ ഉസ്താദുമാർ പറഞ്ഞിട്ട് നിങ്ങളെ പോക്കറ്റ് കലിയായി, നിങ്ങളെ ഈമാൻ കൊള്ള ചെയ്യപ്പെട്ടു, എല്ലാം നിങ്ങൾക്ക് നഷ്ടമായി. നിങ്ങളെ സ്ത്രീകളെ പോലും മാനം വെക്കേണ്ടി വന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി. ദർഗയില് ഇല്ലേ? ദർഗയിൽ ഉണ്ടായില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളെ പത്രത്തിൽ എഴുതിയതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? എന്തല്ലാത്തത്? ഞങ്ങൾ നിങ്ങളെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തി ദ്വേരുന്നിട്ട് അൽഫാത്തിയ 1000 വാങ്ങിയോ? ഞങ്ങൾ കണ്ണൂക്കെടുത്തി 1000 കീശയിലിട്ടോ. പിന്നെ ആരാ ചെയ്ത? ഇതൊക്കെ നിങ്ങളെ കൂട്ടത്ത് പെട്ടോലാ ചെയ്ത്. ഒരു ഉസ്താദിനെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾക്ക് വലിയ പണിയാണ്, വലിയ പാടാണ്. സ്വന്തം മക്കളെ പട്ടിണിക്കിട്ട്, സ്വന്തം മക്കൾക്ക് ചിക്കൻ കൊടുക്കാതെ, സ്വന്തം മക്കൾക്ക് മട്ടൻ കൊടുക്കാതെ ഉസ്താദുമാരെ സ്നേഹിച്ചു. കറകളഞ്ഞ സ്നേഹമായിരുന്നു. എനിക്ക് APK സുന്നികളിൽപ്പെട്ട അനുയായികളിലെ നിങ്ങളെ ഓർത്ത് എനിക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എങ്കിൽ നിങ്ങൾ അറിയുക, ആത്മാർത്ഥതയുടെ സൂചിപ്പെട്ട് തരിമ്പില്ലാത്തവരാണ് നിങ്ങളുടെ നേതാക്കന്മാരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ കുറിച്ച് അവർ പറഞ്ഞ എന്തറിയോ? ഈ ലോകത്തിൽ ഏറ്റവും വിവരമില്ലാത്തവർ എന്നാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. നിങ്ങൾക്ക് വിവരമില്ല എന്ന ഏറ്റവും വലിയ വിവരമാണ് നിങ്ങളുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ വിവരം. നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കും, എന്തും. അതുകൊണ്ടാണല്ലോ സ്വപ്നകഥകൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏത് കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അതിലൊന്നാമത്, എന്താണ് മുഅ്ജിസത്ത്? എന്താണ് മുഅ്ജിസത്ത്? എന്താണ് കറാമത്ത്? എന്താണ് മുഅ്ജിസത്ത്? എന്താണ് കറാമത്ത്? ഈ വിഷയം ഒന്ന് പഠിക്കണം. കാരണം ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന 2 പ്രയോഗങ്ങളാണ് മുഅ്ജിസത്തും കറാമത്തും. ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുള്ളവരോട്, കുറച്ചൊക്കെ ഖുർആൻ വായിച്ചിട്ടുള്ളവരോട്, നിങ്ങൾ ഏതെങ്കിലും ഒരു അംബിയാഇന്റെ മുഅ്ജിസത്ത്, ഒരു കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതായത് വളരെ ലളിതമായി ഞാൻ പറയാം, ഒരു അംബിയാ ലോകത്തോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇന്ന് സമസ്തക്കാര് പ്രസംഗിക്കുന്ന പോലെ. സമസ്തക്കാർ ഇന്ന് എന്താ പ്രസംഗിക്കുന്നത്? അംബിയാക്കൾക്ക് അല്ലാഹ് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടെന്നും ആ മുഅ്ജിസത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരോട് തേടാം. എങ്ങനെ? അംബിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ടെന്നും ആ മുഅ്ജിസത്തിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരോട് തേടാം എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് സമസ്തക്കാര് പറയും. ഞാൻ ചോദിക്കുന്നു, എവിടെ? അങ്ങനെ തേടാം എന്ന് ഏത് ഖുർആനിക വചനത്തിൽ, ഏത് സഹീഹായ ഹദീസിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇസ്ലാമിക ലോകത്ത്? ഞാനിത് വെറുതെ പറയല്ല, ഓരോ സംഭവങ്ങൾ പറഞ്ഞുതരാം, തെളിയിച്ചും തരാം. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അവരുടെ പ്രബോധനം ഡീറ്റെയിൽ ആയിട്ടും ഹ്രസ്വമായും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ മക്കിയായ സൂറകൾ 91, മദീനിയായ സൂറകൾ 23, അങ്ങനെ 114 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ അംബിയാക്കൾക്ക് ഞാൻ മുഅ്ജിസത്ത് നൽകി, അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരുടെ മുഅ്ജിസത്തിനെ മുൻനിർത്തി അവരുടെ മരണശേഷം നിങ്ങൾക്ക് തേടാം, അത് ഇസ്ലാം അനുവദിച്ചതാകുന്നു എന്ന് അല്ലാഹ് എവിടെ പറഞ്ഞു? അത്ഭുതകരമാണ് ഈ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ല, അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ അംബിയാക്കൾക്ക് നൽകിയ മുഅ്ജിസത്തിൽ നിന്ന് തേടിയ ഒരൊറ്റ മുഅ്മിനിന്റെ കഥയും അള്ളാഹുവിന്റെ ഖുർആനിലില്ല. പോയിന്റ് നമ്പർ 2, ആദ്യം പറഞ്ഞത് എന്താണ്? എന്റെ അംബിയാക്കൾക്ക് ഞാൻ മുഅ്ജിസത്ത് നൽകിയതിൽ നിന്ന് അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് അവരോട് തേടാം, ഒരു കുഴപ്പവുമില്ല എന്ന മുസ്ലിയാക്കന്മാർ പറയുന്നത് അള്ളാന്റെ ഖുർആനിൽ ഒരിടത്തുമില്ല. ഇല്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഇത് പ്രകാരം തേടിയ ഒരൊറ്റ സംഭവവും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബുദ്ധിയുള്ള പുരോഹിതന്മാരുടെ കാൽപാദത്തിനിടയിൽ തലപണയപ്പെടുത്തിയിട്ടില്ലാത്ത ബുദ്ധിപരമായ സ്ലേവറി
അതനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കണം ഈ ചോദ്യത്തിൽ നിന്ന് ചില പൊരുളുകൾ. വിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചോ നിങ്ങൾ? എന്റെ പ്രസംഗം തീരുന്നതിനും ഇതാ ഖുർആനിൽ അമ്പിയാക്കളുടെ മുഅ്ജിസത്തിൽ നിന്ന് തേടിയ സംഭവം ഇതാ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ദുർവ്യാഖ്യാനിക്കാം, കള്ളക്കഥ പറയാം, സാക്ഷാൽ കഥ പറയാൻ ഒരിക്കലും സാധിക്കില്ല. കേട്ടോളൂ, ഇനി തീർന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ ഞങ്ങൾ അമ്പിയാക്കൾ, ശരിക്കും ശ്രദ്ധിക്കണം, ഞങ്ങൾ അമ്പിയാക്കൾ, ഞങ്ങൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകി, ഞങ്ങളുടെ മരണശേഷം ആ മുഅ്ജിസത്തിൽ നിന്ന് ഞങ്ങൾ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾ തേടിയാൽ അത് തൗഹീദിന്റെ പരിധിയിലേ വരൂ, അത് ശിർക്കിന്റെ പരിധിയിൽ വരില്ല എന്ന സമസ്തയുടെ ഈ പ്രഖ്യാപനം നടത്തിയ ഒരു നബിയുടെ പേര് ഇലാ യൗമിൽ ഖിയാമ വരെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താ? അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് ഉണ്ട്, അവർ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ. അതാര് പറഞ്ഞു? ഞങ്ങളുടെ ചോദ്യം, അതാര് പറഞ്ഞു? നിങ്ങളെ ഇത്ര നീളമുള്ള നാവ് പറഞ്ഞു എന്നല്ലാതെ എന്താ ഇനി തെളിവ്? അങ്ങനെ പറഞ്ഞിട്ട് ഇതാ ഈ ഖുർആനിക വചനത്തിൽ ആ കാര്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഉദ്ധരിക്ക്. ദുർവ്യാഖ്യാനിക്കാതെ കൃത്യമായി നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആശയം ഖുർആനിലുണ്ട്, നിങ്ങൾ തെളിയിക്ക്. ഇന്ന് വരെ അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ പലവരും മാറി മാറി വായിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല, തീർന്നില്ല. ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? ആ രംഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആനിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു സംഭവമാണ്. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഉറങ്ങിക്കിടന്നു, മരിച്ചില്ല. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മുന്തിയ കറാമത്ത് നൽകിയവർക്ക് ആണല്ലോ അള്ളാഹ് ഖുർആനിൽ പരിചയപ്പെടുത്തിയ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കൾ. ആ ഔലിയാക്കളോട് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് തേടാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എവിടെ? എന്നിട്ട് സഹാബികൾ അസ്ഹാബുൽ കഹ്ഫിനോട് അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ തേടിയ സംഭവം എവിടെ? നിങ്ങൾ പറയുന്നു മൊയ്തീൻ ഷെയ്ഖിനോട് തേടി ഇഷ്ടം പോലെ കഥ. ഞങ്ങൾ ഒരൊറ്റ കഥയാ ചോദിച്ച്, പ്രമാണങ്ങളിൽ നിന്ന് ഇല്ല. ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ കഴിയില്ല. കേട്ടോ, സക്കരിയ നബി അലൈഹിസ്സലാം സമസ്തക്കാരനാണോ വഹാബിയാണോ പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാമിൽ ജീവിക്കുന്നവരൊക്കെ വഹാബി, അങ്ങനെയാ. സക്കരിയ നബി മെഹ്റാബിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 36, 37, 38, 39, 40, 41, 42 വചനങ്ങൾ വായിച്ചു നോക്ക്. തെളിവാണ് പറയുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം മെഹ്റാബിലേക്ക് വരികയാണ്. അപ്പൊ മറിയം ബീവി മെഹ്റാബിൽ മറിയം ബീവി, ആ മറിയം ബീവിക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് ക്ഷാമകാലത്ത് ഭക്ഷണമിറക്കി കൊടുക്കുന്ന അത്ഭുതം, കറാമത്താകുന്ന അത്ഭുതം സക്കരിയ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. പരലോകത്തിന് വേണ്ടി ശ്രദ്ധിക്കണം, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. പക്ഷപാതിത്വത്തിന് വേണ്ടി ചിന്തിക്കരുത്, ഈ ലോകത്തെ പാർട്ടി സ്പിരിറ്റിന് വേണ്ടി ചിന്തിക്കരുത്. നമ്മുടെ ഉസ്താദുമാർ എന്താകും എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആഖിറ ഓർത്ത് പൊട്ടിക്കരയണം. നിങ്ങൾ ഓർക്ക്, സക്കരിയ നബി ഈ കറാമത്ത് നേരിട്ട് കാണാൻ നമ്മൾ ആരും ഒരു ഔലിയായിന്റെ കറാമത്തും നേരിട്ട് കണ്ടിട്ടില്ല. ഏജന്റുമാര് പ്രചരിപ്പിക്കലാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ല, സുന്നികളെ പോലും കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർ പ്രചരിപ്പിച്ച കഥയാണ്. ഇന്നെന്ന കാര്യങ്ങൾ ഇന്നെന്ന വിധേനെ ഇന്നെന്ന രൂപത്തിൽ ഉണ്ടായി. എന്ത് ഏജന്റുമാര്? ഇതല്ല, ഒറിജിനലായിട്ട് കറാമത്ത് നിറഞ്ഞ കണ്ണുകളോടെ സക്കരിയ നബി അലൈഹിസ്സലാം കാണാൻ. എന്റെ ചോദ്യം, സക്കരിയ നബി എന്തു ചെയ്തു? സമസ്ത ചെയ്ത പോലെ ചെയ്താൽ അത് ദീൻ, സമസ്ത ചെയ്ത പോലെ ചെയ്തില്ലെങ്കിൽ അത് ദീനല്ല. എന്തുകൊണ്ടെന്നാൽ സക്കരിയ നബി ഈ കാഴ്ച കണ്ടു. സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ, ഏയ് മറിയമേ, ഇതെവിടുന്ന്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൽ നിന്നാണ്. യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്ക് നോക്കാതെ ഉപജീവനം നൽകുന്നു. അല്ലേ? ഈ സംഭവം കണ്ട സക്കരിയ നബി എന്തു ചെയ്തു? കേരളത്തിലെ ഒരു AP സുന്നി പള്ളിയിൽ പഠിക്കുക
ഒരു AP സുന്നി പള്ളിയിൽ സുബൈ ബാങ്ക് കൊടുക്കാൻ സക്കാഫി എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അതാ ആ മേറാബിൽ ഒരു ബീവി, ആ ബീവിയാകട്ടെ ആകാശത്തുനിന്ന് ഭക്ഷണം ഇറങ്ങി വരുന്നത് ഈ സക്കാഫി കാണുകയാണ്. ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീ രക്തം, ഒരു ബീവി, ആ ബീവി ഇങ്ങനെ നിൽക്കുമ്പോ ആകാശത്തുനിന്ന് ആരുമറക്കാതെ ഒരു ഭക്ഷണ തളിക ഇങ്ങനെ താഴ്ന്നു വരികയാണ്. കറാമത്തായി സക്കാഫിക്ക് ബോധ്യപ്പെടുകയാണ്. സക്കാഫി എന്ത് ചെയ്യും? ഇസ്ലാമും സമസ്തയും രണ്ടും രണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല, പരിശോധിക്കാം. സക്കാഫി എന്ത് ചെയ്യും? ഇസ്ലാം എന്ത് ചെയ്യും? സക്കാഫി ചെയ്തത് മൈക്ക് ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു. എന്നിട്ട് സക്കാഫി പറഞ്ഞു, ഒരു മുന്തിയ ബീവി വന്നിക്കണോ, കറാമത്ത് വെക്കാൻ ചാൻസ് കിട്ടി, ഇനി ഒന്നും നോക്കണ്ട, കായ് ബിസിനസ് ഇതാ നടക്കാൻ പോണേ. അവിടെ പന്തല് കെട്ട്, ഇവിടെ പന്തല് കെട്ട്, അവിടെ ഷെഡ് വാർക്ക്, ഇവിടേക്ക് മെസ്സേജ് കൊടുക്ക്, കുറച്ച് ഏജന്റുമാരെ വെക്ക്. ഇതാണ് സമസ്ത. എന്നാൽ ഇസ്ലാം എന്താണ് എന്ന് ഞാൻ പറയും, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് സമസ്ത. എന്നാൽ ഇസ്ലാം, സക്കരിയ നബി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബിയാണ്. ആ സക്കരിയ നബി കറാമത്ത് കണ്ടു. എന്തു ചെയ്തു? നാട്ടുകാരോട് പറഞ്ഞോ? വീട്ടുകാരോട് പറഞ്ഞോ? കുടുംബക്കാരോട് പറഞ്ഞോ? നമുക്ക് മറിയം ബീവിനോട് തേടാം, ഇലാഹ അല്ല എന്ന് വിചാരിച്ചാ മതി. പറഞ്ഞോ? ഇല്ല. പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹ് ഖുർആനിൽ ഉദ്ധരിക്കും. പിന്നെ എന്താ ചെയ്തത്? അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനവും സമസ്തയും രണ്ടായി പിരിയുന്നത്. ഒന്ന് ഇസ്ലാം, ഒന്ന് ജാഹിലിയത്ത്. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, ഒന്ന് നരകത്തിലേക്കുള്ള വഴി. ശരിക്കും ഉൾക്കൊള്ളണം. ആയത്തിങ്ങനെ വായിക്കുമ്പോൾ അതാ മനസ്സിലാകുക. എന്ത്? അവിടെ വെച്ച് സക്കരിയ നബി ഒരു കാര്യം മനസ്സിലാക്കി. കറാമത്ത് കൊടുത്തത് അള്ളയാണ്, കറാമത്ത് കിട്ടിയത് മറിയമിനാണ്. മറിയമിനെ വിടുക, അള്ളാഹുവിനെ പിടിക്കുക. ഇസ്ലാമിന്റെ മെസ്സേജ് അതാ. ആർക്കാണോ കറാമത്ത് അവരെ വിടുക, അവരെ ഉപേക്ഷിക്കുക. ആരാണോ കറാമത്ത് കൊടുത്തത് ആ അള്ളാഹുവിനെ പിടിക്കുക. സമസ്ത വേറെ, ഇസ്ലാം വേറെ. അതുകൊണ്ട് സക്കരിയ നബി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്തു പ്രാർത്ഥിച്ചു? ഹുനാലിക. ആരോട് പ്രാർത്ഥിച്ചു? ദാ സക്കരിയ. സക്കരിയ നബി പ്രാർത്ഥിച്ചു റബ്ബുഹു, റബ്ബിനോട്. സമസ്തയോ? സമസ്തയോ? ഹുനാലിക ദാ സമസ്ത. സമസ്ത അവിടെ വെച്ചു ദ്വൻ. ആരോട്? ബീവിനോട്, ഷെയ്ഖിനോട്. ഇതാണ് സമസ്തയും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് കഴിഞ്ഞ 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ കേസറ്റ് ഇവിടെ ഇറക്കിയത്. കാന്തപുരത്തിന്റെ മതം. അത് കാന്തപുരത്തിന്റെ മതമാണ്, ഇസ്ലാമല്ല. അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. സമസ്ത പ്രചരിപ്പിക്കുന്ന ഈ ഒരു വിശ്വാസത്തിന് ഇസ്ലാമുമായി ബന്ധമില്ല. ഞങ്ങളുടെ ചോദ്യം, സക്കരിയ നബി കറാമത്ത് കണ്ടു. എന്തുകൊണ്ട് സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്തിൽ നിന്ന് അവരിലാ അല്ല എന്ന വിശ്വാസത്തോടെ തേടിയില്ല? അങ്ങനെയൊരു വകുപ്പ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല. മറിച്ച് കറാമത്ത് കൊടുത്ത റബ്ബിനെ പിടിക്കുകയും കറാമത്ത് കിട്ടിയവരെ വിടുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം. കറാമത്തുള്ളതാണ്, കറാമത്തുള്ളവരെ വ്യക്തി കായ് ഉണ്ടാക്കാൻ വകുപ്പില്ല എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. തീർന്നില്ല. ഇനി കേട്ടോ, ആസിം റളിയല്ലാഹു അൻഹു ആർക്കും നിഷേധിക്കാനാവില്ല. ബദർ യുദ്ധത്തിനു ശേഷം ശത്രുക്കൾ, മക്കാ മുശ്രിക്കുകൾ അദ്ദേഹത്തെ പിടിച്ചു. 10ഓളം സഹാബികളെ അവർ കൊല്ലാൻ ശ്രമിച്ചു. അതിലൊരാളായിരുന്നു ആസിം റളിയല്ലാഹു അൻഹു. ഹുബൈബ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇവിടെ ഇതാ ആസിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കേട്ടോളൂ മുജാഹിദുകളുടെ വിശ്വാസം എന്താണ്. ആസിം റളിയല്ലാഹുവിന്റെ ബോഡി അത് വികൃതമാക്കാൻ ശത്രുക്കൾ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ മൂക്കരിയാൻ, അദ്ദേഹത്തിന്റെ കാപറ്റിക്കാൻ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ, അദ്ദേഹത്തിന്റെ കുടലുകൾ പുറത്തിടാൻ, അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കാൻ ശത്രുക്കൾ വരികയാണ്. അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു, കറാമത്ത് നൽകി. മരണാനന്തര ബഹുമതിയായ കറാമത്ത്. അദ്ദേഹത്തിന്റെ ഭൗതിക ബോഡിക്ക് ചുറ്റും തേനീച്ചകൾ വലയം ചെയ്തു. തേനീച്ചകൾ വട്ടമിട്ട് പറന്നു. ശത്രുക്കൾക്ക് അങ്ങോട്ട് അടുക്കാനാവാത്ത വിധം മരണാനന്തര അള്ളാഹു അദ്ദേഹത്തിൽ പ്രകടിപ്പിച്ച കറാമത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഇത് സഹാബികൾ അറിഞ്ഞു. നബി പറഞ്ഞില്ല, സമസ്ത മുസ്ലിയാക്കന്മാരെ പോലെ പറഞ്ഞില്ല. എന്തു പറഞ്ഞില്ല? ഇതാ ഒരു ഔലിയ, അദ്ദേഹത്തിൽ കറാമത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ അദ്ദേഹത്തോട് നിങ്ങൾക്ക് തേടാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം നബി സമസ്തക്കാരനായിരുന്നില്ല. മർക്കസുൽ സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ദീന് പഠിച്ച ആളായിരുന്നില്ല. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ദീന് പഠിച്ച ആളായിരുന്നില്ല. ഒരിക്കലും തെറ്റാത്ത റബ്ബിന്റെ മലക്ക് ജിബ്രീലിൽ നിന്ന് ഒരിക്കലും തെറ്റാത്ത ദീനിനെ പഠിച്ച ആളായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരാരും ഒരു വലിയനെ നബി പഠിപ്പിച്ചോ? ആസിം റളിയല്ലാഹു അൻഹു വലിയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തോട്
ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ തേടാം.